വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, സുവിശേഷം എത്ര എന്ന്. ഞാനും പലപ്പോഴും ആ ചോദ്യം പലരോട് ചോദിച്ചിട്ടുണ്ട്. പലരും തന്ന മറുപടി രസകരമാണ്. അവർ പറഞ്ഞ 4 സുവിശേഷമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് 4 സുവിശേഷം? അവർ പറഞ്ഞു, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. വാസ്തവത്തിൽ അതാണോ അതിൻ്റെ ഉത്തരം, പ്രിയപ്പെട്ടവരെ? ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താണ് സുവിശേഷം? അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാകുന്നു. എന്നാൽ 4 സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ മത്തായി എന്ന എഴുത്തുകാരൻ പറഞ്ഞു യേശുക്രിസ്തു രാജാവാകുന്നു എന്ന്. മർക്കോസ് എന്ന എഴുത്തുകാരൻ പറഞ്ഞു അവതിൽ ദാസനായി വെളിപ്പെട്ടു എന്ന്. ലൂക്കോസ് എന്ന എഴുത്തുകാരൻ പറഞ്ഞു യേശുക്രിസ്തു മനുഷ്യപുത്രനായിരുന്നു എന്ന്. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ പറഞ്ഞു യേശു ദൈവപുത്രനായിരുന്നു എന്ന്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൽ രാജ്യത്വമുണ്ട്. അവൻ ദാസനായിരുന്നു, മനുഷ്യനായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. അതാണ്. അപ്പോൾ സുവിശേഷം ഒന്നേയുള്ളൂ, അതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിടെ മാത്രമേ മനുഷ്യന്റെ രക്ഷയ്ക്ക്, മനുഷ്യന്റെ മാനസാന്തരത്തിന്, മനുഷ്യന്റെ നിത്യതയ്ക്ക്, മനുഷ്യന്റെ പാപമോചനത്തിന് പരിഹാരമുള്ളൂ. ആകയാൽ ആ യേശുക്രിസ്തു എന്ന സുവിശേഷത്തെ ലോകത്തോട് വിളിച്ചു പറയാൻ മടിക്കേണ്ട. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷത്തിൽ താൻ പറഞ്ഞത്, ദൈവത്തിന് ആ സുവിശേഷത്തിന്റെ ആരംഭം, ഈ സുവിശേഷത്തിന് ഒരാരംഭമുണ്ട്, ഉൽപ്പത്തിയിൽ തുടങ്ങിയ ആരംഭമാണ്. ക്രിസ്തലോ, എത്ര സന്തോഷകരമായ സുവിശേഷം, എത്ര പേരെ രക്ഷിച്ച സുവിശേഷം, എത്ര പേർക്ക് ആശ്വാസവും സമാധാനം പകർന്ന സുവിശേഷം, എത്ര പേരുടെ നിരാശകൾ മാറ്റിയ സുവിശേഷം. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് സ്തോത്രം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.